ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോട്ട് എല്ലാവർക്കും സ്വാഗതം. ആദ്യത്തെ വീഡിയോ റീച്ച് ഇല്ലെങ്കിലും രണ്ടാമത്തെ വീഡിയോക്ക് റീച്ച് കിട്ടിയപ്പോൾ വീണ്ടും വീണ്ടും വ്ളോഗ് എടുക്കാൻ താല്പര്യം കൂട്ടുന്ന നിങ്ങൾ കാരണം വീണ്ടും വ്ളോഗ് എടുക്കുകയാണ്. അപ്പോൾ രണ്ടാമത്തെ വീഡിയോയിൽ അത്യാവശ്യം വ്യൂസ് കയറി, അക്കൗണ്ട് അത്യാവശ്യം റീച്ചായപ്പോൾ വീണ്ടും വ്ളോഗ് എടുക്കാൻ മൂഡായി. അപ്പോൾ വീണ്ടും പുതിയൊരു വ്ളോഗായിട്ട് വന്നിരിക്കുകയാണ്. അപ്പം നമ്മളിപ്പോൾ ഉള്ളത് കൊടൈക്കനാൽ. അപ്പോൾ കൊടൈക്കനാലിൽ കുറച്ച് ആൾക്കാരുണ്ടാണ് വന്നിട്ടുള്ളത്. വ്ളോഗിൽ ഇനി ഇൻഷാല്ലാ ഇനി കൂടുതലായിട്ട് കാണാൻ പോണ കുറെ ആൾക്കാരാണ്. അപ്പോൾ ഓരോരുത്തരായിട്ട് ഞാൻ പരിചയപ്പെടുത്തി തരാം. അപ്പോൾ കമോൺ, കട്ടിതോ. അപ്പോൾ ഗൈസ്, ആദ്യമായിട്ട് പരിചയപ്പെടുത്തുന്നത് കിടിലൻ മനുഷ്യനെയാണ്. ഞങ്ങളെ കൂട്ടത്തിൽ കണ്ടതിനെ പ്രായം കൂടുതലാണെന്ന് തോന്നും, എന്നാ അതുമല്ല, കണ്ടതിനെ പാവാണെന്നും തോന്നും. അങ്ങനെ മനുഷ്യനാണ്, ഉറക്കത്തിലാണ്. എട്ടിക്കൽ ബിരിയാണി അല്ല, കൊടൈക്കനാൽ എത്തിക്കണു. എന്താ പറയാനുള്ളത്? വ്ളോഗ് പറയാനെന്തെങ്കിലും ഉണ്ടോ? പറയടാ. കൊടൈക്കനാലെ ക്ലൈമറ്റ് എങ്ങനെയുണ്ട്? ഓന്റെ മൂഡ് ഓക്കെ അല്ല. വേറൊരുത്തരുണ്ട് ഇവിടെ. സുഹൃത്തെ, ഇങ്ങനെയുണ്ട് കൊടൈക്കനാൽ? കൊടൈക്കനാലാണോ നല്ലത് ചോദിച്ചാ കൊടയാണ് നല്ലത്. നമ്മളിപ്പോ നിക്കണ എവിടെ അറിയോ? നമ്മള് നിക്കണത് അറിയില്ല, സ്ഥലത്തിന്റെ പേര് അറിയില്ല. പക്ഷെ നമ്മള് പോവാൻ പോണ സ്ഥലത്തിന്റെ പേര് എന്താ അറിയോ? മന്നന്നൂര്. അടിപൊളി സ്ഥലാണ്. പിന്നെ ആവശ്യമുള്ളവരൊക്കെ നമ്മളെ കോണ്ടാക്ട് ചെയ്യാം. എങ്ങോട്ട് പോവാന്? നമ്മളെ പാക്കേജ് കൊടുക്കണത് അപ്പൊ ആവശ്യമുള്ളവര് ചെയ്യാ. നമ്മള് ബാക്കി രാത്രി കാണിച്ചു തരും വ്ളോഗില്. സ്റ്റേ ട്യൂൺഡ്. ഒറിജിനൽ സ്വഭാവം ഞങ്ങൾ കാണിച്ചു തരുന്നതാണോ പറയണത്. അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ അത്യാവശ്യം വ്യൂസ് ഞാൻ വിചാരിച്ചതേക്കാൾ കൂടുതൽ വ്യൂസ് കയറിയോണ്ട് വീണ്ടും വ്ളോഗ് എടുക്കാൻ എനിക്ക് താല്പര്യം കൂടി. അപ്പോ പഴയ വ്ളോഗ് കാണാത്തുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് താഴെ കൊടുക്കാം, കണ്ടോളൂ. പിന്നെ കഴിഞ്ഞ വ്ളോഗില് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ആയിരുന്ന ഒരു മനുഷ്യനുണ്ട്. ആ വ്ളോഗ് അത്രയും അടിപൊളി ആവാൻ ഒരാളാണ് കാരണം തന്നെ അടുത്ത തല അടിച്ചു പൊട്ടിച്ചപ്പോ അക്കൗണ്ട് റീച്ചായി. ആ അക്കൗണ്ട് തല അടിച്ചു പൊട്ടിച്ച ആളാണ് ഈ നിൽക്കുന്നത്. കണ്ണടക്കൊന്നും ഊരുവോ? വ്ളോഗാണ് കുറച്ച് ചാനലിലേക്ക്. കഴിഞ്ഞ വ്ളോഗിനെ പറ്റി എന്തെന്ന് പറയാം? കഴിഞ്ഞ മുമ്പത്തെ ക്ലിക്കായത് അത്യാവശ്യം റീച്ച് ആയത് ആ വ്ളോഗിലായിരുന്നു. നാട്ടിലെ ആള് ബാംഗ്ലൂരാണെന്നൊക്കെ പറയണത്. ബാംഗ്ലൂരാണ്, ദുബായിക്കും പറഞ്ഞയച്ചു. അപ്പൊ ഇത് ഇൻഷാല്ലാ ഇത് പുതിയ ആൾക്കാരാണ്. ഇനിയുള്ള വ്ളോഗിലൊക്കെ ഇവര് ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കണു. ഓരോരുത്തരായിട്ട് കൊഴിഞ്ഞു പോവാണ്, എന്നാലും പ്രശ്നമല്ല, ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കണു. സെറ്റപ്പ് എന്തൊക്കെ പറയാനുള്ളത് പുതിയ വ്ളോഗില്? മൂന്നാമത്തെ വ്ളോഗാട്ടോ അത്. പരിപാടി തുടങ്ങണുള്ളൂ, റൂമിക്ക് എത്തണുള്ളൂ. ഇനി ഇവിടെ കുറെ ആൾക്കാരുണ്ട്, വാ കാണിച്ചു തരാം. നിയാദ് വ്ളോഗ് എന്തുണ്ട് പറയാൻ? വ്ളോഗില് എന്റെ വ്ളോഗിൽ ആദ്യമായിട്ടല്ലേ? ആദ്യമായിട്ടാണ് എന്റെ വ്ളോഗിൽ ആദ്യമായിട്ടാണ്. ആദിൽ രണ്ടാമത്തെ നമ്മളന്ന് ഫസ്റ്റ് മീറ്റ് ചെയ്തില്ലേ? വ്ളോഗിൽ ആദ്യമായിട്ടാണ്. എന്താ പറയാനുള്ളത്? വ്ളോഗൊക്കെ എങ്ങനെയുണ്ട്? അടിപൊളി. ആകെ സ്വന്തം കൂട്ടരെ ഒന്നും കണ്ടിട്ടില്ല, പക്ഷെ ഇന്നത് കാണണം. ഇത് കാണും. അതെ, ഇത് ഇടോ ഇല്ലെന്ന് വെച്ചറിയില്ല, പക്ഷെ ഇടാണെങ്കിൽ ഞാൻ കാണും. ഫസ്റ്റ് ഞാൻ കാണും. പിന്നെ ക്യാമറ മറ്റേ ഞങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും ഇളയത്, ഏറ്റവും പ്രായം കുറഞ്ഞത് നിയാദാണോ? ഏറ്റവും പ്രായം കുറഞ്ഞത് കുഴപ്പമില്ല, അന്നെ കണ്ട പ്രായം കുറഞ്ഞാന്നേ തോന്നുന്നു. ആണോ? ഇത് മെയിൻ അങ്ങനെ എപ്പോഴൊന്നും കിട്ടാറില്ല, പക്ഷെ കിട്ടുമ്പോ ഒരു മുതലാണ്. എപ്പോഴും കിട്ടാറില്ല, കിട്ടുമ്പോ ഒരു മുതലാണ്. എങ്ങനെയുണ്ട് കൊടൈക്കനാൽ? എങ്ങനെയുണ്ട് കൊടൈക്കനാൽ എന്ന് പറഞ്ഞ തിരുവനന്തപുരത്തിന്റെ അടിപൊളിയല്ലേ? ഞങ്ങളെ അടുത്ത കേസൊക്കെ വാദിക്കാനുള്ള പുതിയ വക്കീലാണ്, സെറ്റായി വരുന്നേ ഉള്ളു. വ്ളോഗ് അടുത്ത് കുടുംബ പ്രേക്ഷകരൊക്കെ ഉള്ളതാണ്. എങ്ങനെയുണ്ട് കൊടൈക്കനാൽ? കൊടൈക്കനാൽ നല്ല രസം, നല്ല തണുപ്പും കണ്ടോ, വറക്കാൻ കണ്ടോ, ആകെ വറച്ച് കുടുങ്ങിക്കുന്ന ആകെ മനസ്സിലാവും. എല്ലാരും വരുമ്പോ അതിന്റേതായ പ്രിക്കോഷൻസ് എടുത്ത് വരിക. എല്ലാരും കാണുന്നവരെല്ലാരും സബ്സ്ക്രൈബ് ചെയ്യാ, ബെല്ലൈക്കൺ ചെയ്യാ. പിന്നെ അപ്പൊ അതെ അടുത്തതായി പരിചയപ്പെടുന്നത്
ഇത് ഞങ്ങളെ ആദ്യത്തെ വ്ലോഗ് ഇട്ടില്ലേ ആ ഗ്യാങ്ങിലുള്ളതാണ്. പക്ഷെ അന്ന് വരാൻ പറ്റിയില്ല. എങ്ങനെയുണ്ട് കൊടൈക്കനാൽ? കൊടൈക്കനാലിൽ പറഞ്ഞാൽ അടിപൊളിയാണ്. അപ്പൊ തുടങ്ങണുള്ളൂ അല്ലേ? അതെ, എൻജോയ്മെന്റ് തുടങ്ങണുള്ളൂ. എൻജോയ്മെന്റ് ആയിട്ടില്ല, തുടങ്ങണുള്ളൂ. എങ്ങനെയുണ്ട് നിലവിൽ ഇപ്പത്തെ കാലാവസ്ഥ? എങ്ങനെയുണ്ട്? കിടിലൻ കാലാവസ്ഥ, എൻജോയ് ചെയ്യാൻ പറ്റിയ കാലാവസ്ഥ. എൻജോയ് ആണ് ഇപ്പൊ, എൻജോയ് ചെയ്യാണ്ടിരിക്കാണ് ഇപ്പൊ, ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കാണിച്ചു കൊടുത്ത ആ വ്യൂ, അതല്ല ആ വ്യൂ. ഇത് വേറെ ആളെ കാണിച്ചരാണ്ട് വേറെ ഇത് നേരത്തെ ഉറക്കത്തിലുള്ള ആളാണ്, ഇപ്പൊ ബോധം വന്നിട്ടുണ്ട്. അത് ലാസ്റ്റ് പരിചയപ്പെട്ടി കൊടുക്കേ, വിഷയല്ല. എങ്ങനെ മനു കൊടൈക്കനാൽ? ഫുഡ് കഴിച്ചിട്ടില്ല. ഫുഡ് കഴിച്ച് കൊടൈക്കനാൽ അടിപൊളിയാ. അതൊക്കെ അത് പറയാനുള്ളതാണ്. ഫുഡ് കഴിച്ച് ബാക്കി എല്ലാം അടിപൊളിയാണ്. കൊടൈക്കനാലൊക്കെ വരുമ്പോ, പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ വരുമ്പോ എല്ലാരും ഫുഡ് കൊണ്ട് വരിക. ഇതുവരെ ഒന്നും കഴിച്ചില്ല. അതെ, പിന്നെ ഞങ്ങളെ വീട്ടിലുള്ളവരൊക്കെ പൈസക്കാരായതുകൊണ്ട് കുഴപ്പമില്ല. ഇതാരാ നിരക്ക് ഫ്രൈ പിടിച്ചോണ്ട് അലമ്പ്. എങ്ങനെയുണ്ട്? താഴത്തേക്ക് ഇറങ്ങണോ? അതെ, എങ്ങനെയുണ്ട് കൊടൈക്കനാല്? ഭയങ്കര തണുപ്പ്. ഭയങ്കര തണുപ്പ്. സീനാണോ? ഫ്രൈം കറക്റ്റ് ആട്ടെ. കൊടൈക്കനാല് മുമ്പ് വന്നിട്ട് ക്ലൈമറ്റ് കിട്ടിയിട്ടുണ്ടോ? മുന്നേ വന്നപ്പോഴും ചെറുതായി കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇക്ക് ഇതിന് മുമ്പ് വന്നപ്പോൾ ഇതിൽ കിട്ടില്ല ക്ലൈമറ്റ് കിട്ടിയിട്ടുണ്ട്. റൂമൊക്കെ എത്തിയിട്ടില്ല. നമ്മള് റൂമിടെ മഞ്ഞൂര്. ആരാ ബുക്ക് ചെയ്തത്? ഞങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. എന്നോട് ടൂറ് പോകണ്ടെന്ന് പറഞ്ഞു. ഞാൻ ആലപ്പുഴ കൂടെ പോന്നു. ഇപ്പൊ വണ്ടി കയറി പോന്നു. റൂമുണ്ടോന്ന് അറിയില്ല. പോയി നോക്കണം. പോയി നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. അപ്പൊ ഞങ്ങള് റിസോർട്ടിൽ എത്തിയിട്ടുണ്ട്. റിസോർട്ടിന്റെ വ്യൂ ഞാൻ കാണിച്ചു തരാം. കാണുന്നില്ല. ഗൈസ്, ഞങ്ങൾ റിസോർട്ടിൽ നിന്ന് ചെക്കൗട്ടൊക്കെ ചെയ്തിട്ട് ഞങ്ങള് ഈ കൊടൈക്കനാൽ എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. ചെക്കന്മാരൊക്കെ സെറ്റാണ്. കുറച്ച് ആൾക്കാരെ കാണിച്ചു തരാം. ഇത് അതിൽ സെറ്റല്ലേ? സെറ്റ്. ഇത് റഷാദ്, കിളി പോയ റഷാദാണ്. റഷാദ്, എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ സ്റ്റേ? സൈക്കിൾ റൈഡിന് പോയി. സൈക്കിൾ റൈഡോ? കൊടൈക്കനാൽ സൈക്കിൾ റൈഡ് കുറെ കുട്ടികളൊക്കെ ഉണ്ടാവും. പൂണ്ടിയാണോ? അല്ലേ? കറക്റ്റ് പൂണ്ടിയാണ്. നമ്മളെ ഫണ്ട് ഉണ്ട്, നമുക്ക് എത്ര ഗ്രാം പ്രോട്ടീൻ നിന്നാ മുട്ടെന്നാണെങ്കിൽ ജിമ്മന്മാരെ കൊണ്ട് ഇതാണ് ജിമ്മന്മാരെ കൊണ്ട് പ്രശ്നം ഇതാണ്. പയം പുയിങ്ങണം, നല്ലൊരു കുസി ഉണ്ടാവുള്ളൂ. ഇറങ്ങിയോ? അള്ളാന്റെ കുതിരത്തോട്ട് നല്ല ഉറക്കം കിട്ടി. മൊത്തത്തില് പിന്നെ നമുക്ക് എല്ലാവർക്കും ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കണ്ടേ? എന്താ പറയാനുള്ളത്? അൽഹംദുലില്ലാ, എല്ലാം ഉഷാറാണ്. എല്ലാം നമ്മള് വിചാരിച്ച പോലെ തന്നെ ഓക്കെയാണ്. കുറച്ച് തണുപ്പ് കൂടുതലാണ്. പക്ഷെ ഞങ്ങളെ ബാംഗ്ലൂരിൽ എത്രയില്ല. ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ സാധാ ടീഷർട്ടും ട്രൗസറും ഇട്ട് വരാൻ നിക്കണ്ട. ആകെ പൊളിഞ്ഞ് പാറു. ഇപ്പൊ തന്നെ പറഞ്ഞുതരാ, വിചാരിച്ച പോലെ ഒന്നല്ല. ഇത് കണ്ടിട്ട് നിങ്ങൾ ഊട്ടി അത് നമുക്ക് താങ്ങുന്ന പറഞ്ഞാൽ അങ്ങോട്ട് പോവാൻ നിക്കണ്ട. 5:30 വരെ ഔട്ടാ. അതിന് ശേഷം ഫ്രെയിമുകളൊക്കെ കാണിച്ചു സ്റ്റേ ഇതാണ്. പൂണ്ടിയല്ല, മന്നമന്നൂരല്ലേ സ്ഥലം? മന്നമന്നൂർ. അവശിഷ്ടങ്ങളൊക്കെ ഉണ്ട്. എന്തുവാ കിടിലൻ ക്ലൈമറ്റ് ആണ്. യെസ് ഗൈസ്, ഇവരെന്തല്ലേ കണ്ണട്ടോ മരമായിരിക്കും. കണ്ണടക്കട ഊരിക്കായി. എന്താണ് പറയാനുള്ള ട്രിപ്പിനെ കുറിച്ചിട്ട്? ട്രിപ്പിനെ പറ്റിയിട്ട് ട്രിപ്പ് ലാഗിന്റെ ട്രിപ്പാണ്.
ട്രിപ്പ് റൂമോടൊന്നും പോരാന്നാണ് എന്റെ ഒരു അഭിപ്രായം. ഞാനും നിക്കട്ടെ, ഞാനും ഫോട്ടോ എടുക്കാൻ പോണ guys. അത് ശരി, ഇതിപ്പോ നിങ്ങള് മാത്രമേ ഉള്ളൂ. അടിപൊളി. എന്താ അടിപൊളി. കുണ്ടിക്കത്ത് കാണിച്ചെടുത്താ പോയിട്ട്. അതാണ് നമ്മളെ ഫോട്ടോഗ്രാഫർ ഫസിലു. ഏത് ട്രിപ്പിനും ഫോട്ടോ എടുക്കുക ഫസിലുമാണ്. എനിക്ക് കഴിവുണ്ടായിരുന്നു, പണ്ട് കുറെ നല്ല കഴിവുണ്ടായിരുന്നു. പിന്നെ എന്തുകൊണ്ടത് നിർത്തി? നമുക്ക് കുറെ പ്രശ്നങ്ങൾ വന്നു, കുറെ ഉത്തരവാദിത്തങ്ങളുടെ പുറകെ പോയി നമ്മൾ പലതും. പ്രശ്നം കുട്ടിയൊന്നുമില്ല, കുട്ടിയുടെ പ്രശ്നമൊന്നുമില്ല. കുട്ടിയൊക്കെ നമുക്ക് സപ്പോർട്ടാണ്. മനു എന്തെങ്കിലും പറയാം. ഹാപ്പിയാണ്. ഇന്നത്തെ ദിവസം ഇന്നത്തെ ദിവസം അടിപൊളിയായിരുന്നു. തണുപ്പിന് തണുപ്പ്, ഫുഡിന് ഫുഡ്, എല്ലാം കിട്ടി. ഓ ഹാപ്പിയാണ്. നമ്മൾ ആ കുന്നമ്പുറത്തേക്ക് അങ്ങനെ കയറിയിരുന്നു കേട്ടോ, അത് കാണിച്ചു കൊടുത്താ. കുന്നിന്റെ മേലൊക്കെ കയറി അതിന്റെ ഉള്ളിൽ കുറെ പൂക്കളും മരങ്ങളും മരങ്ങളും ചെടികളും. നമ്മള് കയ്യിന്ന് പോയി കളഞ്ഞു പോയി. പോട്ടെ, പോയത് പോട്ടെ, പോയ പൈസ പോട്ടെ. വരും വരും. 10,000 ആയിട്ട് തിരിച്ചു കളിയാണ് ഉദ്ദേശിച്ചത്. പക്ഷെ പവർ പോയി, പവർ വന്നില്ല. വരും. ഇന്ന് രാത്രി ഒരു സമയമുണ്ട്, വരും. അതാണ് അത്രേ ഉള്ളൂ. എല്ലാരും ഇരിക്കപ്പോ എന്നെ കൊണ്ട് പറ്റില്ല. 2-3 നിക്ക് അവിടെ കുറച്ച് വ്യൂ ഫ്രെയിം ഡബിൾ ഒക്കെ. മൂച്ച പൈസ കൊടുത്തോ? എത്ര രൂപയാണ്? 750. അപ്പൊ 5 സൈക്കിള് 750. വിട്ടിച്ചാലോ? നമ്മളെ വ്ളോഗർ അനീസ് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കാണ്. ക്യാമറ നിൽക്കാൻ നിൽക്കാണ്. അതെ 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 അല്ലേ? എങ്ങനെ? ഇതാണ് നമ്മളെ മൂസിലോ ഡ്രൈവർ ആദ്യം പണിയെടുക്ക്. മനുവൊക്കെ കാലങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ വണ്ടി ഓടിക്കണം എന്ന് പറയുന്നത്. വെറും സ്കൂട്ടി. എറണാകുളത്ത് അപ്പിച്ചു വാങ്ങിക്കൂടെ ഗൈസ്? സൗണ്ട് ഒക്കെ പോയിക്കോ, നല്ല തണുപ്പാണ്. ലേക്കുമ്പോൾ ലേക്കിന്റെ വിഷയം കാണിച്ചിട്ടില്ല, അപ്പോൾ റൈഡിന്റെ വിഷയമാണ് കാണിച്ചത്. പോട്ടിട്ടോ ഞങ്ങൾ ലേക്കിന്റെ ടോട്ടൽ വിഷയമാണിത്. എല്ലാരും കണ്ടിട്ടുണ്ടാകും, കൊടൈക്കനാൽ എന്നാലും കാണാത്താവില്ല. ഓക്കെ, ഇത് വരെ മെല്ലെ പോയിന്നവരാണ്. രണ്ടാളെ കണ്ടപ്പോ ഞാൻ ചവിട്ടാത്തോണ്ടാണ് അതിനാണ് എത്താത്തത്, അല്ലെങ്കിൽ ഓനക്ക് എത്തണം എന്നുണ്ട്. എങ്ങനെ? അതെ, ഓപ്പോസിറ്റ് വണ്ടി. ഹായ്. രാജക്കന്മാര് വളർത്തിട്ടില്ലേ? പിള്ളേരൊക്കെ വ്ളോഗിൽ പെടുത്തിക്കണം. അതിലെ ഇതൊന്ന് ചവിട്ടി നിർത്തിക്കാം. അതല്ല, എനിക്ക് ചവിട്ടാൻ പറ്റില്ല. ഓക്കെ എടാ, എന്താ ഒറ്റക്ക് ചവിട്ടിക്കോന്നൊക്കെ പറയുന്നതാ. ബാക്കിലാക്കാൻ പുട്ട. അതാറ് സ്പൂഡ് പറഞ്ഞിട്ടോ, എന്താ സംഭവം മനസ്സിലാവില്ല. എടാ കുണ്ടുകുന്നടല്ലേടാ. എടാ വരും വരും, നമ്മളെ വ്ളോഗർ മടി വരുന്നുണ്ട്, പാന് വരുന്നുണ്ട്. ഫസ്റ്റ് എത്തണം പോട്ടെ 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 പോട്ടെ. ലക്കെ നിന്നീ ഞങ്ങള് അവിടെ
ഇതാ മോട്ടിവേഷൻ എന്നൊക്കെ പറഞ്ഞെടുത്ത മാനോ എന്ത് മോട്ടിവേഷൻ കിട്ടി ഇല്ലല്ല ബ്രോ எப்படி இருக்கு நல்லா இருக்கு Hey man, focus on your right, not girls. വാടാ മോര്. Okay, bye bye. Hey bro. ഇവിടെ ആകെ തിരക്കണം. ഇതാണ് കൊടൈക്കനാലിൽ എല്ലാവരും ലാസ്റ്റ് എക്സ്പ്ലോർ ചെയ്യുന്ന സ്പോട്ടാണ് ഇത്. ലേക്കിന്റെ അവിടെ എന്തൊരാൾക്കാരാ. ലോട്ട്സ് ഓഫ് പേഴ്സൺസ് ഹിയർ. ഷോപ്പിംഗ് ഏരിയ ഉണ്ട്, അതുകൊണ്ട് തന്നെ ഇവിടെ ക്രൗഡ് ഉണ്ട്. നമുക്കിങ്ങനെ പീസ്ഫുൾ ആയിട്ട് പോകണം. ആരും കാണാലോ, ഒക്കെ പാനിക്കാണ്. അതിലെന്താ ശരി, ഞാൻ വ്ലോഗിലുണ്ട്, ഞാൻ കുറച്ചുകൂടെ ചവിട്ടുന്നു, അതാണ് എത്തണില്ല. വിഷ്വൽ ബ്യൂട്ടിയാണ്. നമ്മളിപ്പോ സക്സസ്ഫുള്ളി ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്തു. ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് മടുവിനൊക്കെ കുറെ നേരത്തെ ശേഷം വ്ലോഗിൽ കാണുന്നു. വ്ലോഗും വേണ്ട, ഒന്നും വേണ്ട. സൈക്കോട്ടി പുതിയ മതി തീർന്നില്ല. എങ്ങനെ സൈക്കിൾ തോട്ടിയില്ലേ മതി, കൊതി തീർന്നില്ല. ഞാൻ അതിനെ കുട്ടിപ്പോ പേടില്ല പറഞ്ഞിട്ട് ഇത് വരുന്ന 5 ആൾക്ക് ജസ്റ്റ് ഫീസ്. ഇതിപ്പോ ഓരോരുത്തരും വരും, 5 കറക്കും. കൂട്ടത്തിൽ എന്റെ വയസ്സുകൂടി ആളാണ് കറക്കണത്. അപ്പൊ അത് നറുക്കെടുക്കണ 5 ആൾക്ക് ജസ്റ്റ് ഫസ്റ്റത്തെ. അയ്യോടോ പോയത് ഇതാണ് ഫസിലു. ഞാനല്ലടാ, ചെറിയ പാളിച്ചു പറ്റിക്കോ. ഞാനില്ല. ഞാൻ എടുക്കും. എന്ത് പരിപാടി ഒന്ന് പോണ്ടേ. ഞാൻ എന്റെ പേര് കാണാനല്ലോ, ഞാൻ എന്താ ചെയ്ത് ഫസ്റ്റ് ഇന്നെ ഇടുന്നത്. എനിക്കൊന്നും കിട്ടില്ല. ഡാനി 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 അനീസ് എന്തോ നിന്റെ പേരെ പൊട്ട അനീസ്. തിരിഞ്ഞപ്പുറത്തേക്ക് എത്തി ലാസ്റ്റ് ഡാനിക്കേറി. എന്താടോ അതും വേണം. കിട്ടിയാ മനു മനു കിട്ടണേ.
അപ്പൊ എനിക്ക് കിട്ടാത്ത കച്ചവടക്ക് കിട്ടാത്തൊരു കച്ചെടുത്തോ ബസ്സിലോ അപ്പൊ അതിനെ ചാമ്പ്യത് രണ്ടോട്ടം കിട്ടി രണ്ടോട്ടം കിട്ടാത്ത